എനിക്ക് വല്ലാതെ വിശക്കുന്നു. സംശയമുണ്ടോ? ഈ ജോർദാർ പിസ്സ വാങ്ങിച്ചോണ്ട് എപ്പോഴാ വരിക? ഹായ്. നിനക്ക് എന്താടാ ഹണിയുടെ രോഗം പിടിപെട്ടോ? പിസ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പിസ ബോയുടെ യൂണിഫോം ഇടണമെന്നില്ല. സംശയമുണ്ടോ? ഞാൻ പിസ്സ ഡെലിവറി ബോയുടെ ജോലിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കേട്ടോ നീയെ? ഇവനെ പിസ വാങ്ങാൻ അയച്ചപ്പോ ജോലി വാങ്ങിച്ചു വന്നിരിക്കുക. ഇനി എന്ത് കഴിക്കും നമ്മള്? ഓഹോ, നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. പിസ്സയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തിന്നാനുള്ള സമയം. സംശയമുണ്ടോ? പോപ്പട്ട്, നിന്നെ എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതെയോ? ഏത് കാര്യത്തിൽ? ഇവനെ നമ്മൾ പറ്റിച്ചതിന്റെ കാര്യം പറഞ്ഞതാണ്. നീയല്ലേ പ്ലാൻ ഇട്ടത് സോർദാറിനെ പിസ വാങ്ങാൻ പറഞ്ഞയച്ച് അവനെ കൊണ്ട് കാശ് കൊടുപ്പിച്ച് നമ്മള് ഫ്രീ ആയിട്ട് കഴിക്കാന്ന്. അല്ല, ഞാൻ അതല്ല പ്ലാൻ ചെയ്തത്. ഓഹോ, പേടിക്കണ്ട. ജോലി കിട്ടിയ സന്തോഷത്തില് ഈ പിസ്സ എന്റെ ട്രീറ്റ് ആണ്. നിനക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? സമയവും പോയി കിട്ടും, കാശിന് കാശും കിട്ടുകയും ചെയ്യും. നാളെ മുതൽ തുടങ്ങുന്നു ജോലി. ഹായ്. നീ എന്താടാ പിസയും കൊണ്ടുപോവുകയാണോ? യെസ് സർ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്യാൻ കഴിയില്ല. ഷോപ്പിൽ തന്നെ ഓർഡർ ചെയ്യണം. അതെയോ? ശരി ശരി, നീ പോയിക്കോ. നോക്കൂ, ഈ പിസ്സ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഇങ്ങോട്ട് വാടാ. ഞങ്ങള് വെറുതെ ടൈം പാസ് ചെയ്യുകയായിരുന്നടാ. ഈ പിസ ഞങ്ങൾ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഓ, എങ്കിൽ പേയ്മെന്റ് ചെയ്യൂ. പിസ്സ നിങ്ങൾ തന്നെ വെച്ചോളൂ. അല്ല, ഇത് വീട്ടിലാണ് കൊടുക്കേണ്ടത്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഇത് ഫ്രീ. ഓ, ജോർദാറെ, ബോക്സ് തിരിച്ചതാ. 10 മിനിറ്റ് താമസിച്ചു പോയാ മതി. ജോർദാർ, ക്യാച്ച്. ഹണി, ഈ പിസ്സ കൊണ്ടുപോ. ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. നാല് പിസ്സയിലും ഉണ്ടായിരുന്നത് എങ്ങനെ 6 മാറിയത്? നീ പറയുന്നത് സത്യാണോ? അതെ, 3 അകത്തുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം വൃത്തികെട്ടവന്മാർ കാറിനകത്ത് എറിഞ്ഞു. കാറിൽ നീ 3 ബോക്സ് അല്ലേ കൊണ്ടുവന്നത്? എടാ കഴുതേ, ഇത് രണ്ടും അവരുടേതായിരിക്കും. പോയി തിരിച്ചോടിച്ചത് വാ. പോയി. ചേട്ടാ, അബദ്ധത്തിൽ നിങ്ങളുടെ പിസ ഞാൻ അറിയാതെ എടുത്തോണ്ട് പോയി. ഇതിനകത്ത് വെറും പിസയേ ഉള്ളൂ. സ്വർണ്ണ ബിസ്ക്കറ്റ് എവിടെയാ? പിസയുടെ ഷോപ്പിൽ പിസ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ എന്തിനാ ബിസ്ക്കറ്റ് ഓർഡർ ചെയ്തത്? ഈ പിസ എവിടുന്നാ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്നതല്ല, ഇത് നിങ്ങളുടെ തന്നെയാണ്. ഞാൻ അറിയാതെ എടുത്തോണ്ട് പോയതാണ്. തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. എടാ,
നീ എങ്ങോട്ടാ കൊണ്ടുപോയത്? അതെവിടെയാണെന്ന് വേഗം പറയൂ. അത് ഞങ്ങളുടെ സോർദാറിന്റെ കയ്യിലുണ്ട്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ, സമയത്തിന് പിസ്സ ഡെലിവറി ചെയ്യാനുള്ളതാ. വേഗം വണ്ടി വിട്ടു. സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് അവന്റെ കയ്യിലായി പോയി. നിനക്കറിയോ, എന്നെക്കാളും വലിയ കഴുതകളുണ്ട് ഇവിടെ. പിസ്സ ഷോപ്പിൽ ബിസ്ക്കറ്റ് ഓർഡർ ചെയ്തിരിക്കുക. ബിസ്ക്കറ്റ് കിട്ടാത്തോണ്ട് സോർദാറിന്റെ പുറകെ പോയിരിക്കുകയാണ് അവര്. നീ ഒന്ന് തെളിച്ച് പറഞ്ഞേ. അത് ഞാൻ ആ പിസ്സ ബോക്സ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്നില്ലേ, അവര് പറഞ്ഞതേ അതിനകത്ത് സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെന്നാ. ഇപ്പൊ അവര് സോർദാറിന്റെ പുറകെ പോയിരിക്കുകയാണ്. സ്വർണത്തിന്റെ ബിസ്ക്കറ്റോ? എടാ, അവര് സ്മഗ്ലേഴ്സ് ആയിരിക്കും. ചിലപ്പോ ബോക്സ് മാറിപ്പോയതായിരിക്കും. സോർദാർ അപകടത്തിലാണ്. വരൂ. എടാ എടാ, ഒന്ന് വേഗം വിട്. വേഗം ആ വണ്ടിയുടെ പുറകെ വിട്ടോ. വേഗം പോ, വേഗം പോ. നീ എങ്ങോട്ടാടാ ഈ പോകുന്നത്? അറിയില്ല, നീയല്ലേ വേഗം പോകാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വേഗം പോയെന്നേ ഉള്ളൂ. എടാ, പിസ്സ പോയി ഉടൻ തന്നെ പിടിക്കണം. നിർത്ത്. എടാ, വണ്ടി വിട്. നീ എന്തെങ്കിലും തീരുമാനിക്ക്. നിർത്തണോ അതോ പോണോ? പിസ്സ പോയി നമുക്ക് ഉടൻ തന്നെ പിടിക്കണം. എങ്ങോട്ടാ പോകുന്നത്? അവൻ പുറകോട്ട് പോവുകയാണ്. എവിടെ പോയി? എങ്ങും കാണുന്നില്ലല്ലോ. ബോസ്, അവൻ ഇവിടെ എങ്ങും കാണുന്നില്ല. അവര് വണ്ടി നിർത്തി. എനിക്ക് തോന്നുന്നത് സോർദാറിനെ അവരെ പിടിച്ചു എന്നാ. ഒരു കൺസൈൻമെന്റ് നടത്താനായിട്ട് അറിയില്ല. നിന്നേക്ക് വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ബിസിനസ് നടത്താം? സോറി സോറി ബോസ്. ദേ, അങ്ങോട്ട് നോക്ക്. ബോക്സ് തുറക്കേ. നോക്കടാ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം എലികൾക്ക് പിസ്സ വളരെ ഇഷ്ടമാണെന്ന്. എന്നാൽ ഇത് തരാൻ കഴിയില്ല ഇതിനെല്ലാത്തിനകത്തും പിസ്സ മാത്രമേ ഉള്ളൂ. സാർ. പിസ്സയുടെ ബോക്സിനകത്ത് ലഡു ഉണ്ടാവുകയില്ല. Shut up. പിസ്സ ബോക്സിനകത്ത് ഗോൾഡ് ഉണ്ടായിരുന്നു. സോർദാറെ, ഇവർ ഗോൾഡ് സ്മഗ്ലേഴ്സ് ആണ്. ഇവരുടെ ബോക്സും നിന്റെ ബോക്സും തമ്മിൽ മാറിപ്പോയതാ. അതെ, എന്റെ ബോക്സ് തിരിച്ചു തന്നേക്ക്. ലാസ്റ്റ് പിസ നീ എവിടെ ഡെലിവർ ചെയ്തത്? പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക്. ഞങ്ങളുടെ ഗോൾഡ് നീ പോലീസിന് കൊടുത്തെന്നോ? നീ തന്നെ പോയി ആ ഗോൾഡ് ഇവിടെ കൊണ്ടുവരണം. നീ വരുന്നത് വരെ ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും. എന്ത്? അല്ല, ഞാനെന്തിനാ? ഞാൻ പിസ കഴിക്കുക പോലും ഇല്ല. സംശയമുണ്ടോ? എന്റെ ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. ഈ അഡ്രസ്സിൽ ഗോൾഡ് എത്തിക്കണം. ഈഷ്, ഇനി സമാധാനത്തിൽ പിസ്സ കഴിക്കാം. ഇൻസ്പെക്ടർ പാണ്ഡ, ഈ പിസ്സ ബോക്സ് ഞങ്ങൾക്ക് വേണം. ഓക്കെ, കഴിച്ചതിന് ശേഷം ബോക്സ് തന്നേക്കാം. ഓക്കെ, ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാം. എടാ, എങ്ങനെ വെയിറ്റ് ചെയ്യാനാകും? ആ ബോക്സ് തുറക്കാനേ പാടില്ല. ഈഷ്, എന്റെ പിസ്സ മോഷിച്ചോണ്ട് പോവുകയാണോ? വിടരുതവനെ, അവനുടൻ തന്നെ തടയ്. ഈഷ്. അടിയിൽ കൂടെ പോകാൻ ശ്രമിക്ക. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നീയൊക്കെ ചെയ്യുന്നത് കുറച്ച് ഓവറാണ്. ഫാൻസ് കണ്ടാൽ തീർച്ചയായും ചിരിക്കും. ഇവനെ കണ്ടതിന് ആൾക്കാർ ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. എടാ, നിനക്ക് നാണമല്ലേ എന്നെ നിന്നെ കെട്ടിവെച്ചിരിക്കുന്നേ? വേണമെങ്കിൽ കൂട്ടിലാക്കിക്കോ. ഏയ്, ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. അവരെത്തിപ്പോയി ബോസ്. പോലീസ് എത്തിയിരിക്കുന്നു. ഈഷ്, ബോക്സിംഗ് താ. ഇതെന്റേതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാ. അതിനകത്ത് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ആണുള്ളത്. ഈഷ്, സ്വർണത്തിന്റെ ബിസ്ക്കറ്റോ? അതെ, വേണമെങ്കിൽ നോക്കിക്കോ. കഴുതേ. ആ, പറഞ്ഞോളൂ. സാർ, ഇവർ ഗോൾഡ് സ്മഗ്ലേഴ്സ് ആണ്.
ഈഷ്, പിടിക്കവരെ. അടിപൊളി. ആരെയും ഇവിടെ നിന്നും വിടരുത്. ഇവനെങ്ങനെയാ ബോധം കെട്ടു വീണത്? ഈ തൂണിലിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാവും. ഈ തൂണിലോ? അതെ, ഇതിൽ തന്നെ. പിടിക്കവരെ. പിസക്കള്ളനെയാണ് ഞാൻ പിടിക്കാൻ വന്നത്. എന്നാൽ നിങ്ങൾ പിടിച്ചു തന്നത് സ്വർണ്ണക്കള്ളനെ. അതിന് നിങ്ങൾക്ക് പാരിതോഷികം കിട്ടും.